ഹലോ, ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ കാണാം. ഇന്ന് ചോറും കറികളുമാണ്. ഇന്നലെ ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഫ്രൈഡ് ഫിഷ് റോസ്റ്റ്, ബീഫ് ഉലർത്തിയത്, കാച്ചിയമോര്, ക്യാരറ്റും ബീൻസും കൊണ്ട് തോരൻ, പിന്നെ സവാളയും തക്കാളിയും എല്ലാം കൂടി ചേർത്തൊരു സലാഡ്. അപ്പോൾ ഇന്ന് അതാണ്. ചോറ് റൈസ് കുക്കറിൽ വെച്ച് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ചോറ് മതി എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോ കാണാം. ഇന്ന് ഉച്ചക്കാലത്തെ ഊണിന് ഫ്രൈഡ് ഫിഷ് റോസ്റ്റാണ്. മീൻ മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്തിട്ട് അത് വീണ്ടും എന്തൊക്കെയാണ് നമ്മൾ ഒരു മസാല ഉണ്ടാക്കണം. സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ നല്ലതുപോലെ എണ്ണയിൽ വഴറ്റിയിട്ട് പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അതിൻ്റെ കൂടെ ക്യാരറ്റും ബീൻസും കൂടെ തോരൻ, കാച്ചിയമോര്, കൂടെ തന്നെ ഇന്ന് ചോറ് നോർമൽ റൈസ് കുക്കറിൽ വെച്ച് അത് ജസ്റ്റ് വാർത്തിട്ടിരിക്കുകയാണ്. ഇത് ഫിഷ് റോസ്റ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഫ്രൈഡ് ഫിഷും അല്ലാത്ത ഫിഷിൻ്റെയും ഞാൻ വീഡിയോകൾ 2-3 വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. സെയിം തന്നെ അതുകൊണ്ട് എന്നും ഗസ്റ്റ് ഉള്ളതുകൊണ്ട് മോളും കുടുംബമൊക്കെ ഉള്ളതുകൊണ്ട് വീണ്ടും അതുപോലെ തന്നെ ഉണ്ടാക്കുകയാണ്. ഇത് വലിയ കണ്ണൻകൊഴിയാള എന്നുള്ള വലിയ മാംസമാണ്, കട്ടിയുള്ള മീനാണ്. നല്ലതുപോലെ വരഞ്ഞ് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വറുത്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ടേസ്റ്റിയാണ്. പുളിക്ക് പകരം വിനാഗിരിയല്ല ചേർത്തത്, കുടംപുളി തന്നെയാണ് ചേർത്തത്. അപ്പോൾ ഒരു നാടൻ ടേസ്റ്റും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. എല്ലാ മസാലകളും ഈ മീനിൽ പൊതിഞ്ഞിരിക്കത്തക്കതുപോലെ നമ്മൾ പറ്റിച്ചെടുക്കണം. എങ്കിലേ ആ ചാറിനും മീനിനും ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മുടെ മീൻ പൊള്ളിച്ചെടുക്കുന്നതിൻ്റെ മറ്റൊരു രൂപമാണിത്. അത് വാഴയിലയിൽ ഇത് ഡ്രൈ ആയിട്ടുള്ള മസാലകൾ ചേർത്തെടുക്കുന്നു. ഇതങ്ങനെയല്ല, ജസ്റ്റ് കൊണ്ടൊരു ചാറും എല്ലാം കൂടെ അതിൻ്റെ പുളിയും എല്ലാം ഈ മീനിൽ പിടിക്കത്തക്കതുപോലെ അല്പം ചാറാക്കിയിട്ട് പറ്റിച്ചെടുക്കുന്നു. ഇത്രയുള്ളതിൻ്റെ വ്യത്യാസം. 50. പുളി മസാലകളെല്ലാം മീനിൽ പൊതിഞ്ഞിരിപ്പുണ്ട്. അതിൻ്റെ കൂടെ ബീഫ് വേവിച്ചിട്ട് അതും റോസ്റ്റ് ചെയ്തെടുത്ത് ഉലർത്തിയെടുത്തു.